ഇന്നും രണ്ടാമത്തെ പരീക്ഷയാണ്, SSLCയുടെ രണ്ടാമത്തെ പരീക്ഷയാണ്. അപ്പം ഈ കൃത്യത്തിൽ ഏർപ്പെട്ട കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. അവർക്ക് വേണ്ട വലിയ സുരക്ഷാ ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. KSU അവിടേക്ക് പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താൻ KSUവിന്റെ ഭാഗത്തുനിന്ന് ആഹ്വാനമുണ്ട്. മേഘ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നു. മെറ്റയോട് വിശദാംശങ്ങൾ തേടുന്നുണ്ട് പോലീസ്. അതനുസരിച്ചുള്ള ശാസ്ത്രീയമായ പരിശോധനകളും അന്വേഷണങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. എന്ന് കുട്ടികൾ രണ്ടാമത്തെ എക്സാം എഴുതാൻ പോവുകയാണ്. SSLCയുടെ രണ്ടാമത്തെ എക്സാം വരുന്നു. ജുവനൈൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച പരീക്ഷാ ഹാളിൽ വലിയ രീതിയിലുള്ള പോലീസുകളെയൊക്കെ മേഘയുടെ പിറകിൽ കാണാം. KSU അവിടേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. വിൻഷ, മനു, അതായത് ഈ താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. നിലവിൽ 6 വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ID-യിലൂടെ ഇത്തരത്തിൽ ഒരു കൊലപാതക ആസൂത്രണം നടന്നു എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെറ്റയ്ക്ക് നിലവിൽ അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം ID ഉപയോഗിച്ച ആളുകളുടെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് വ്യാജ അക്കൗണ്ടാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നു. ഈ അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം കൂടി അന്വേഷണ സംഘം തേടുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് വഴി ഇത്തരത്തിലൊരു ആസൂത്രണം നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ ഓഡിയോ സംഭാഷണം എന്താണ്, ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം തേടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മെറ്റയ്ക്ക് നിലവിൽ അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റു കൂടുതൽ ആളുകൾ, ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മറ്റു കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, മുതിർന്ന ആളുകളുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് ഇനി ലഭിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഡിവൈസുകളുടെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ആരാഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് രണ്ടാമത്തെ പരീക്ഷയാണ് SSLC. നേരത്തെ 5 വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. അവർ ഇവിടെ നിന്ന് പരീക്ഷ എഴുതിയപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിലുണ്ട്. അതങ്ങനെ 6 വിദ്യാർത്ഥികൾ ഇന്ന് ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലെ പ്രത്യേകം സജ്ജീകരിച്ച ഹാളിൽ പരീക്ഷ എഴുതുന്നുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ MSF KSU മാർച്ച് നടക്കാൻ പോകുന്നത്. നേരത്തെ 8 മണി എന്നതായിരുന്നു മാർച്ചിൻ്റെ സമയം പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഏതായാലും വലിയ പോലീസ് സന്നാഹമുണ്ട്. കാരണം കഴിഞ്ഞ മാർച്ചിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഈ MSF KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ വരെ ആക്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന വിവരം വന്നതിനെ തുടർന്ന് കൂടിയാണ് ഇത്തരത്തിൽ 8 മണിക്ക് 9:30ക്കാണ് പരീക്ഷ. 8 മണിക്ക് തന്നെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ MSF KSU തീരുമാനം എടുത്തിരുന്നത്. എന്തായാലും നിലവിൽ ആരും എത്തിയിട്ടില്ല. പ്രവർത്തകരൊക്കെ ആവുന്നതേ ഉണ്ടാവുള്ളൂ. അല്പസമയത്തിനകം തന്നെ മാർച്ച് ആരംഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി മേഘ.